ദൈവത്തിന് മഹത്വം. വിശുദ്ധ ഗ്രന്ഥത്തിലെ കഥാപാത്രങ്ങൾക്ക് വിശുദ്ധി, ധീരത, വിശ്വാസം, തീഷ്ണത, പ്രാർത്ഥന തുടങ്ങിയ പുണ്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് ഉണ്ടായിരുന്നത്. ഈ ഗുണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ദൈവം ധാരാളമായി ചൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിവ കണ്ടെത്തി ദൈവം തന്ന താലന്തുകളെ എല്ലാവരുടെയും നന്മയ്ക്കായി ഉപയോഗിക്കുവാനുള്ള ഒരു ആഹ്വാനമായി ഈ അവതരണം ഭവിക്കട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥനയോടെ മോർ യൂലിയോസ് ഏലിയാസ് കുടുംബ യൂണിറ്റ് അവതരിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ സ്ത്രീരത്നങ്ങൾ. സാറ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം ചെന്നിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്നറിയപ്പെട്ട സ്ത്രീരത്നം. മിര്യാം, ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് നയിച്ചു കൊണ്ടുപോകുവാൻ സഹോദരന്മാരായ മോശയോടും അഹ്റോനോടും ഒപ്പം നിന്ന ധീരവനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിര്യാം തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തത്തോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. ദെബോര, ഇസ്രായേലിന് ന്യായപാലനം ചെയ്ത വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രവാചികയായ ഏക ന്യായാധിപ. ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാരാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവ്വം ബാരാക്കിനോടും സൈന്യത്തോടും ഒപ്പം അവൾ പുറപ്പെട്ടു. അവർ നേടിയെടുത്ത ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദെബോര സ്തോത്രഗീതം പാടി. രൂത്തും നവോമിയും. യഹോവയോടും അമ്മാവിയമ്മയായ നവോമിയോടുള്ള ഇഷ്ടത്താൽ തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്തെത്തിയ മോവാബ് സ്ത്രീയായ രൂത്ത്. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും എന്ന് പറഞ്ഞ് അവൾ അമ്മാവിയമ്മയായ നവോമിയോട് പറ്റിച്ചേർന്ന് നിന്നു. ഹന്ന, ഇസ്രായേലിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായ ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഹന്നയുടെ മടുത്തുപോകാത്ത പ്രാർത്ഥനയും ത്യാഗ മനോഭാവവും സമർപ്പണവും ദൈവഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്. എസ്തർ, അഹശ്വരോസ് രാജാവിന്റെ പ്രിയപത്നി. തന്റെ രാജ്ഞി പദവിയിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിലും ഒന്നും മതിമറന്ന് ആഹ്ലാദിക്കാതിരുന്ന എസ്തർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സ്വന്തം ജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട ഉത്തമ സ്ത്രീ. മറിയയും എലിസബത്തും. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തെ സമർപ്പിച്ച മറിയം. സ്വന്തം മകനെ ലോകത്തിന്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകുടം. യേശുക്രിസ്തുവിനെ വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാനെ ജന്മം കൊടുത്ത എലിസബത്ത്. ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിന്റെ സകല കൽപ്പനയിലും കുറ്റമില്ലാത്തവളുമായ ഉത്തമ സ്ത്രീ. ശമരക്കാരി സ്ത്രീ. യേശുവിനെ മിശിഹായാണെന്ന് തിരിച്ചറിഞ്ഞവൾ. അറിഞ്ഞ സത്യം മറച്ചുവെക്കാതെ സർവവും മറന്ന് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സദ്വർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു. അവളുടെ വാക്ക് കേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാനെത്തുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇനിയുമുണ്ട് ധാരാളം സ്ത്രീരത്നങ്ങൾ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇവരുടെ ജീവിത മൂല്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ.